സല്യൂട്ട് സഹോദരരെ. മെയ് 5-ാം തീയതി നമ്മൾ എല്ലാവരും പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുകയാണല്ലോ. ഈ ഒരു ആഴ്ച പരിസ്ഥിതി സംരക്ഷണ വാരാഘോഷമായും ആചരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പരിസ്ഥിതിയെക്കുറിച്ച് പറയാം എന്ന് വിചാരിച്ചു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിരിക്കും ഇത്. എന്താണ് പരിസ്ഥിതി? ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സ്ഥിതി, അതാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഉപരിസ്ഥിതി എന്നത് പിന്നീട് ചുരുക്കി പരിസ്ഥിതി ആക്കിയതാണ്. നമ്മൾ അതിന് ഇംഗ്ലീഷിലെ എൻവയോൺമെന്റ് എന്ന് പറയും. അപ്പൊ ഇതിനെ നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് വലിയൊരു ചോദ്യം. പഴയ കാലങ്ങളിലെ പോലെ അല്ല ഇപ്പോഴത്തെ പരിസ്ഥിതി. എവിടെ നോക്കിയാലും അർബനൈസേഷൻ, നഗരവൽക്കരണം എന്ന് പറയുന്ന കാര്യം വളരെ വേഗം പുരോഗമിക്കുകയാണ്. നമ്മുടെ കേരളത്തില് പഴയ കാലത്തെ പോലെയുള്ള ഗ്രാമങ്ങളില്ല. ഇപ്പോ വലിയ വലിയ വയലുകളില്ല, തടാകങ്ങളില്ല, കുളങ്ങളില്ല, ചെറിയ അരുവികളോ ചെറിയ കാട്ടുപ്രദേശങ്ങളോ, അപ്പൊ അതൊന്നും ഇല്ല ഇവിടെ. ഇപ്പൊ ഇവിടെ എല്ലാം തിങ്ങി 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 ജനം പാർക്കുകയാണ്. അപ്പൊ അങ്ങനെ തിങ്ങി പാർക്കുന്ന ജനം കൂടുന്നത് കൊണ്ട് കാർബൺ ഫുട് പ്രിന്റിങ് പരിസ്ഥിതിയിൽ കൂടും എന്നാണ് പറയുന്നത്. നമ്മള് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾക്കും മരങ്ങൾക്കും വളരെ ഉപയോഗപ്രദമാണ്. അത് വെച്ചിട്ടാണ് അവര് ഭക്ഷണം പാകം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. സൂര്യ വെളിച്ചത്തിൽ നമ്മുടെ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്നിട്ടാണ് അവരുടെ ഭക്ഷണം നടക്കുക. പക്ഷെ അത് കൂടുതലായാൽ, ഉള്ള ചെടികളെക്കാളും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ തങ്ങി നിന്നാല് കാർബൺ ഫുട് പ്രിന്റിങ് കുറച്ച് കൂടും. അതുപോലെ തന്നെ നമ്മുടെ വിവിധ തരത്തിലുള്ള വാഹനങ്ങൾ, ഇപ്പൊ പണ്ടത്തെ പോലെ കാളവണ്ടിയും സൈക്കിളും ഒന്നും അല്ലല്ലോ. ഇരുചക്ര വാഹനങ്ങളോ മുച്ചക്ര വാഹനങ്ങളോ അല്ലെങ്കിൽ കാറുകളോ വലിയ വലിയ വാഹനങ്ങളോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പെട്രോളിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഡീസലിൽ നിന്നും ഒക്കെ പുറത്തു വരുന്ന കാർബൺ മോണോക്സൈഡ് അതും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. അങ്ങനെ അത് കാർബൺ ഫുട് പ്രിന്റിങ് വർദ്ധിപ്പിക്കും. അപ്പൊ കാർബൺ ഫുട് പ്രിന്റിങ് കൂടിക്കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ മലിനീകരണം ഉണ്ടാവുകയും നമ്മൾ ശ്വസിക്കുന്ന വായു മലിനപ്പെടുകയും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് തന്നെ വെള്ളത്തിലായാലും സംഭവിക്കും. കൂടുതൽ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു കഴിയുമ്പോൾ, കൂടുതൽ ഫാക്ടറികളും കമ്പനികളും വലിയ വലിയ നിർമ്മാണ കമ്പനികളും ഒക്കെ വരുമ്പോൾ അവരുടെ മാലിന്യങ്ങൾ തള്ളുന്നത് ജലാശ്രയങ്ങളിലേക്കാണ്, ജലസ്രോതസ്സുകളിലേക്കാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ കടലിന്റെയും കായലിന്റെയും കുളങ്ങളുടെയും ഒക്കെ വെള്ളം മലിനപ്പെടുന്നു. അവിടെയുള്ള ജീവജാലങ്ങൾ, മീന്, തവള, അതൊക്കെ ചത്ത് ഒടുങ്ങുന്നു. എല്ലായിടത്തും വീടുകൾ വന്നപ്പോ, ഫ്ലാറ്റുകളും അതുപോലെ ഗൃഹസമുച്ചയങ്ങളും ഒക്കെ വന്നപ്പോൾ നമുക്കിപ്പോ ഇവിടെ വയലുകളില്ല, കുളങ്ങളൊക്കെ വറ്റിച്ചു. അതുപോലെ ജലസ്രോതസ് കിട്ടുന്ന സ്ഥലങ്ങളിലെ ഇടയിലൂടെയൊക്കെ നമ്മൾ കെട്ടിടമൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കിപ്പോ കാണാൻ സാധിക്കും. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടാവുന്നതും, ഓടകള് ശരിക്ക് പ്രവർത്തനം ചെയ്യാത്തതും, വലിയ വലിയ വാഹനങ്ങൾ ചെറിയ റോഡുകളിലൂടെ പോകുമ്പോൾ അണ്ടർഗ്രൗണ്ടിലുള്ള ഡ്രെയിനേജ് പൈപ്പുകളും വാട്ടർ പൈപ്പുകളും പൊട്ടുന്നു. ഇതുപോലെയുള്ള പല കഷ്ടതകളും അർബനൈസേഷൻ കൊണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിലും ജനജീവിതം ഇപ്പോ പഴയ കാലത്തെക്കാളും വളരെയധികം സുഖപ്രദമാണ്. വളരെ ലക്ഷൂറിയസ് ആയിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് തീരെ കുഞ്ഞായിരുന്നപ്പോ അച്ഛന്റെ തറവാട് വീട്ടില് വൈദ്യുതി ഇല്ലായിരുന്നു. അപ്പൊ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ടായിരുന്നു എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു നല്ല തണുപ്പാണ് ആ സമയത്ത്. ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതെ സന്ധ്യ സമയത്ത് ചാണകം മെഴുകിയ തറയിൽ ഇരുന്നു കൊണ്ട് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു പ്രത്യേക സുഖമാണ്. അതാണെങ്കിൽ 8 മണി 8:30 ആകുമ്പോഴേക്കും കെടുത്തുകയും ചെയ്യും. കാരണം മണ്ണെണ്ണ വളരെ വിലപ്പെട്ടതായിരുന്നു. എല്ലാവരും കൂടെ നേരത്തെ കിടന്നുറങ്ങും. പിറ്റേ ദിവസം അതിരാവിലെ സൂര്യൻ പുലരുന്നതിന് മുമ്പേ എണീക്കും. അപ്പൊ പരപരാ വെളിച്ചം വരുമ്പോഴേക്കും എണീക്കും. അങ്ങനെയായിരുന്നു. അന്ന് കൊതുകുകളൊന്നും ഇല്ലായിരുന്നു. വളരെയധികം നല്ല വായുവായിരുന്നു. പറമ്പിൽ തന്നെ വളരുന്ന വിവിധ ചെടികളിൽ നിന്നാണ് ദിവസവും ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്നത്. ഇലകളും അതിനകത്തുനിന്ന് കിട്ടുന്ന കായ്കളും പച്ചക്കറികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ദിവസവും ഭക്ഷണം പാകം ചെയ്തിരുന്നത്. സ്വന്തമായിട്ട് ഒരു പാടം അച്ഛന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടുന്ന് എല്ലാ മാസവും നെല്ല് കൊണ്ടുവന്ന് കുത്തി അരിയാക്കി പത്തായത്തിൽ സൂക്ഷിച്ച്, അങ്ങനെ ഒന്നിനും ഒരു പഞ്ഞം ഇല്ലായിരുന്നു. 2-3 പശുക്കൾ ഉണ്ടായിരുന്നു തറവാട്ടില്. അപ്പൊ പശുക്കളിൽ നിന്ന് പാലും കിട്ടും, കോഴി വളർത്തലുണ്ടായിരുന്നു, മുട്ട കിട്ടുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. ഇപ്പൊ പക്ഷെ അതെല്ലാം കമേഴ്ഷ്യലൈസ് ചെയ്തല്ലോ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാം പുറത്തുനിന്നാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പരിസ്ഥിതിയിലെ വ്യത്യാസം തീർച്ചയായിട്ടും നമ്മൾ കാണും. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നു, കാലാവസ്ഥ മാറി മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരുന്നു. ഈ ജൂൺ 1-ാം തീയതി മഴ പെയ്തില്ല, അതിന് മുമ്പ് നല്ല മഴയായിരുന്നു, ഇപ്പൊ നല്ല മഴയാണ്. പക്ഷെ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് പൊതുവേ
ആസ്വദിക്കാൻ പറ്റുന്ന ആ മഴ ഇപ്രാവശ്യം ഇല്ലായിരുന്നു. ചില തണുപ്പുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ തണുപ്പ്, ചിലപ്പോൾ ചൂടുള്ള സ്ഥലത്ത് കൂടുതൽ ചൂട്, അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുന്നു എന്ന് പറയുന്നു. മഞ്ഞുമലകളിലെ മഞ്ഞൊക്കെ ഉരുകിപ്പോയിട്ട് അവിടെയുള്ള പോളാർ ബെയറും പെൻഗ്വിൻ തുടങ്ങിയ ജീവജാലങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നുള്ള വസ്തുത. ഭൂമിയില് പച്ചപ്പ് കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇനിയിപ്പോ ഈ ഒരു ജനറേഷനും കൂടെ കഴിഞ്ഞാൽ വായു തന്നെ കിട്ടാതാകും, ജലം കിട്ടാതാകും, നമുക്ക് വേറൊരു പ്ലാനറ്റിലേക്ക് പോയി താമസിക്കേണ്ടി വരും എന്നൊക്കെയുള്ള കുറെ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഹോളിവുഡ് സിനിമാ കഥകളായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുത്ത ജീവജാലങ്ങൾക്ക് ഭൂമി എന്ന് പറയുമ്പോൾ എന്തുമാത്രം വലുതാണ്. അപ്പൊ ആ വലിയ ഭൂമി അല്ലെങ്കിൽ വലിയ പ്രപഞ്ചത്തില് ഉണ്ടായിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പൊട്ടുകളായിട്ടുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് ആ പരിസ്ഥിതി സംരക്ഷിക്കാൻ പറ്റുക? ഒരു ഉറുമ്പിനോട് ഒരു ആനയെ സംരക്ഷിക്കൂ എന്ന് പറയുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മീൻ കുഞ്ഞിനോട് നീ പോയി സമുദ്രം മുഴുവൻ സംരക്ഷിക്കൂ എന്ന് പറയുന്ന പോലെയാണ്. അത് പറ്റില്ല. കാരണം തിരിച്ചാണ് നടക്കേണ്ടത്. പ്രകൃതി മനുഷ്യനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, യുഗങ്ങളായിട്ട്. വായുവും വെള്ളവും കാടും മണ്ണും ഒക്കെ മനുഷ്യനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് വേണ്ട സകലതും കൊടുക്കുന്നു, ജീവജാലങ്ങൾക്ക് വേണ്ട സകലതും കൊടുക്കുന്നു. സംരക്ഷണം എന്ന് പറയുന്നത് തിരിച്ചാണ് നടക്കുന്നത്. പ്രകൃതി മനുഷ്യനെ സംരക്ഷിക്കുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കാതിരിക്കാം, നമുക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, പ്രകൃതിയെ പ്രകൃതിയുടെ വഴിക്ക് വിടുക. കാരണം വലിയ വലിയ യുദ്ധങ്ങൾ നടന്ന് മൈനുകൾ പൊട്ടിത്തെറിച്ച്, ന്യൂക്ലിയർ ബോംബുകൾ പൊട്ടിത്തെറിച്ച്, ഭൂമിയുടെ അടിയിൽ മുഴുവൻ തുരങ്കമുണ്ടാക്കി അവിടെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി, പരീക്ഷണങ്ങൾ നടത്തി, ബോംബുകളൊക്കെ വെച്ച് പൊട്ടിച്ച്, സമുദ്രത്തിന്റെ അടിയിൽ വരെ ഓരോരോ പരിപാടികൾ നടത്തി, സുനാമികൾ വരെ സൃഷ്ടിക്കാൻ പോകുന്ന ബോംബുകൾ കുഴിച്ചിടുന്ന ഒരു രീതി നമുക്കുണ്ട്. രാജ്യങ്ങൾ അവരവരുടേതായിട്ടുള്ള യുദ്ധം നടത്താനും അല്ലെങ്കിൽ അവരുടെ രാജ്യം സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഭൂമിയുടെ പുറത്ത് നടത്തിയതാണ്. ഒരുപാട് റോക്കറ്റുകൾ നമ്മൾ പോളിലോട്ട് വിട്ടിട്ട് ആ റോക്കറ്റുകളൊക്കെ താഴെ വന്ന് വീഴുന്നുണ്ട്. ഒരുപാട് മാലിന്യം നമ്മൾ ഭൂമിയിൽ സൃഷ്ടിക്കുന്നുണ്ട്. എന്നിട്ടും ഒന്നും നശിക്കാതെ വീണ്ടും ഭൂമി മനുഷ്യരെ സംരക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് വളരെ അതിശയമായിട്ടുള്ള ഒരു കാര്യമല്ലേ. നമ്മുടെ പ്രകൃതി, നമ്മുടെ പരിസ്ഥിതി നമ്മളെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ അതിനൊക്കെ ഒരു വിലയിടും. നമുക്ക് യഥേഷ്ടമായിട്ട് കുടിക്കാൻ കിട്ടുന്ന വെള്ളം പ്രകൃതി തന്നെ നമുക്ക് നല്ലതുപോലെ തരുമ്പോ നമ്മൾ അതൊന്നും ഉപയോഗിക്കാതെ 15 രൂപ 20 രൂപയ്ക്ക് കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്നു. അല്ലെ, നമുക്കിപ്പോ യഥേഷ്ടം കിട്ടുന്ന കാര്യമാണ് വായു. അത് സൗജന്യമാണ്, ഒരുപാടുള്ളതാണ്. പക്ഷെ ഭാവിയിൽ നമ്മൾ പറയുകയാണ്, ആരെങ്കിലും ഒരു സർക്കാർ നയം കൊണ്ടുവരുന്നു, ഈ വായു മോശമാണ്, ഇത് ശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ശ്വസിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുപ്പിയിലെ വായുവെ ശ്വസിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ഒരു മാസ്കും വെച്ച് ഒരു കുപ്പിയും വെച്ചുകൊണ്ട് ആളുകളൊക്കെ നടക്കാൻ തുടങ്ങിയാലോ, അതിനും പൈസ കൊടുക്കാൻ തുടങ്ങിയാലോ. അതുപോലെ എന്തും നമുക്ക് ഈ മണ്ണിൽ കൃഷി ചെയ്താൽ ഒന്നും സംഭവിക്കില്ല, കാരണം മലിന മണ്ണാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബാഗിൽ വാങ്ങിക്കുന്ന മണ്ണിൽ കൃഷി ചെയ്താലേ നിങ്ങൾക്ക് ഫലം കിട്ടൂ. ഇപ്പൊ അത് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. മണ്ണ് പോലും വിൽപ്പനയ്ക്കാണ്. നമ്മുടെ പ്രകൃതി തരുന്ന മണ്ണ്, പ്രകൃതി തരുന്ന വളങ്ങൾ, ഇതെല്ലാം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ കൃഷി പോലും ചെയ്യുന്നത്. ഇപ്പൊ എല്ലാത്തിനും ഒരു വില വന്ന സമയത്ത് പോലും പ്രകൃതി നമുക്ക് ഇങ്ങനെ യഥേഷ്ടം തന്നുകൊണ്ടേയിരിക്കുന്നു. ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കുഴിച്ചെടുക്കുമ്പോൾ, കടലിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ നിന്നും ഒക്കെ കുഴിച്ചെടുക്കുമ്പോൾ, അത് കാലാകാലങ്ങളായിട്ട് പഴയ കാലത്തെ ജീവജാലങ്ങൾ ചത്തൊടുങ്ങി, മരങ്ങളും ഒക്കെ ചത്തൊടുങ്ങി അതിന്റെ അടിയിൽ പെട്ടുപോയി അത് പെട്രോളിയം പ്രോഡക്ട്സ് ആയി മാറിയതാണ് എന്ന് പറയുന്നുണ്ട്. ഫോസിൽ ഫ്യൂവൽ എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ വൈദ്യുതി കിട്ടുന്നത് കോളിൽ നിന്നാണ്. കോള് കത്തിച്ച് അതിനകത്ത് വെള്ളം തിളപ്പിച്ച് ആ സ്റ്റീമിൽ നിന്ന് വൈദ്യുതി, അല്ലെങ്കിൽ അങ്ങനെയാണ് പലപ്പോഴും, അല്ലെങ്കിൽ കോളിൽ നിന്ന് ചൂടിൽ നിന്ന് തെർമൽ എനർജി എന്ന് പറയുന്നുണ്ട്. പിന്നെ കൂടാതെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ നമ്മൾ ന്യൂക്ലിയർ എനർജിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ അത് കുറച്ചും കൂടെ കൂടുതൽ ലഭ്യത ഉണ്ടാക്കും. പക്ഷെ ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കാശ് ചെലവുണ്ട് ഉൽപാദനത്തിന്. വളരെ ഉൽപ്പാദിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ വേഗമായിട്ട് കിട്ടുമെങ്കിലും, പക്ഷെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി അത് ചെയ്യുന്നു. ഇപ്പൊ സാധാരണ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ മാറ്റി ഇലക്ട്രിക് വാഹനങ്ങൾ ആളുകൾ ഒരുപാട് വാങ്ങുന്നുണ്ട്. കാർബൺ മോണോക്സൈഡിന്റെ എമിഷൻ കുറയ്ക്കുകയും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ ക്ലൈമറ്റിന് ഗുണം ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ, 10-15 വർഷം കൂടെ കഴിയുമ്പോൾ ഈ ബാറ്ററികളൊക്കെ കൂടെ നമ്മൾ എവിടെ കൊണ്ടുപോയി കളയും? നമ്മുടെ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. ഈ പരിസ്ഥിതി ഭാരാഘോഷത്തില് നിങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, നമ്മുടെ വായുവിനെ വൃത്തിയായി സൂക്ഷിക്കുക, കഴിയുന്നത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കുറെ ചെടികൾ നടുക, വീടിന്റെ ചുറ്റും പച്ചപ്പുണ്ടായിരിക്കട്ടെ, വീടിന്റെ അകത്ത് കുറച്ച് ചെടികൾ നടുക.
അങ്ങനെ ആ ചെടികളിലൂടെ നമുക്ക് പരിസ്ഥിതി കുറച്ചും കൂടെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. മുറിക്കകത്ത് തന്നെ ശുദ്ധീകരണം നടത്തുന്ന കുറെ ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെയുള്ള ചെടികൾ നമ്മൾ തന്നെ പൈസയൊന്നുമില്ല, അത് പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് വെച്ചാലും മതി, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി വെക്കേണ്ട കാര്യവുമില്ല. പക്ഷെ ഭംഗിയായിരിക്കും, പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിച്ചൊക്കെ വെക്കുമ്പോൾ CC പ്ലാന്റ് ഒക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതുപോലെയുള്ള ചെടികൾ വീടിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വായുവിന്റെ സംരക്ഷണം നടത്താൻ സാധിക്കും. ചില സ്രോതസ്സുകളുടെ സംരക്ഷണം നിങ്ങൾ മലിനപ്പെടുത്താതെ ഇരുന്നാൽ, നിങ്ങളുടെ അഴുക്കുകളൊക്കെ വലിച്ചെറിയാതെ ഇരുന്നാൽ, നമ്മുടെ വേസ്റ്റ് ഒന്നും ജലത്തിൽ കൊണ്ടുപോയി തള്ളാതിരുന്നാൽ, നമുക്ക് കിട്ടുന്ന ശുദ്ധജലം നമ്മളത് വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചുകൊണ്ട് അത് ശുദ്ധമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ മലിനപ്പെടുത്താതിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി വെള്ളം കുടിക്കാൻ, നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിനകത്ത് നമ്മൾ ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുഴിച്ചിടരുത്. അതായത് പ്ലാസ്റ്റിക്, മെറ്റൽ സാധനങ്ങള്, ഇലക്ട്രോണിക് വേസ്റ്റുകള്, ഇതൊക്കെ കൊണ്ട് കൂട്ടിയിടരുത്, അതൊന്നും കത്തിക്കരുത്. അത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ജൈവ മാലിന്യങ്ങൾ നമ്മൾ തന്നെ സംസ്കരിച്ച് അത് നമുക്ക് വളമാക്കി അല്ലെങ്കിൽ നമുക്കത് വിൽക്കാനും ഒക്കെ സാധിക്കും. ഇപ്പൊ അതിനൊക്കെ നല്ല വിലയുണ്ടല്ലോ. അപ്പൊ ജൈവ മാലിന്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ചെടികളിൽ ഇടാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കത് പുറത്ത് കൊടുത്താൽ ആളുകൾ വാങ്ങാൻ ഒരുപാട് പേരുണ്ടാവും. ഈ മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മാത്രം മതിയാകും, നമ്മുടെ ജോലി തീർന്നു. ബാക്കിയെല്ലാം പ്രകൃതി നോക്കിക്കൊള്ളും. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളൂ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായി വരാം. സസ്നേഹം, ശ്രീലേഖ.